ഹായ്, എൻ്റെ പേര് ആര്യ. ഞാൻ ഇന്ന് സർവേയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ സർവേയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സർവേ ഗെയ്ക്കായാലും ഗേറ്റിനായാലും ഓവർസിയർ ലെവലിലായാലും എവിടെ ആയാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഗേറ്റ് ക്വസ്റ്റ്യൻസ് പോലും ഒരു 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സർവേ എന്ന് വരും. ആവുമ്പോൾ അത് 6 തൊട്ട് 16, 18 വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. മുന്നത്തെ സമയത്ത് അതൊരു 20, 22 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ PSC പർട്ടിക്കുലർ പറഞ്ഞിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിന് എത്ര ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു 8-10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സർവേയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓവർസിയർ ലെവലിൽ അതിലും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം ഇന്ന് ഞാനിവിടെ ലെവലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞേക്കുന്നത്, എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അതിൽ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇപ്പൊ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവലിന്റെ ഇമ്പോർട്ടൻസ്. നമുക്കൊരു പ്രത്യേക ഒരു ബുക്കൊന്നും ഇല്ല സ്റ്റേറ്റ്മെന്റ് ലെവൽ. എല്ലാവരും ചോദിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ എവിടെ നിന്ന് പഠിക്കണേ, എവിടെ നിന്ന് പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള അതർ സ്റ്റേറ്റിൽ ചോദിച്ചിട്ടുള്ള സർവേ എന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവലാണ് ഞാൻ ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും സിമ്പിൾ ആണെന്ന് തോന്നും. ആ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. അതിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻസിന്റെ കൺഫ്യൂഷൻ കാരണമാണ് ഓരോ ക്വസ്റ്റ്യന്റെ ലെവൽ നമ്മൾ ഹയർ ആണോ ലോവർ ആണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following surveys enable the surveyor to determine the absolute location and direction of any line on the surface of Earth? ഒരു എർത്തിന്റെ സർഫസിലുള്ള ഒരു പോയിന്റിന്റെ അബ്സല്യൂട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഏരിയൽ, ഹൈഡ്രോഗ്രാഫിക്, ആസ്ട്രോണോമിക്കൽ, ഫോട്ടോഗ്രാഫിക്. ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം എന്തായാലും അറിയാം, ഹൈഡ്രോഗ്രാഫിക് അല്ല. അത് നമ്മൾ എന്തായാലും പറയുന്നുണ്ട് ഹൈഡ്രോഗ്രാഫിക് അല്ല. പിന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതാണെന്ന്. അത് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കും. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണം മുന്നോട്ടുള്ളത് കാണാൻ. മുന്നോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോമിക്കൽ സർവേ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ആസ്ട്രോണോമിക്കൽ സർവേ ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ആസ്ട്രോണോമിക്കൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലാറ്റിറ്റ്യൂഡ്, അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളും നമുക്ക് ഒരു പൊസിഷൻ നമ്മൾ എവിടെയാണ് നമ്മളെ സെലസ്റ്റിയൽ ബോഡീസിനെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആസ്ട്രോണോമിക്കൽ സർവേ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പ്രിസിഷൻ ആയിട്ട് ഒരു പൊസിഷൻ തരാൻ പറ്റുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ GMM സ്റ്റാൻഡ്സ് ഫോർ. ഈ GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രീൻവിച്ച് മെറിഡിയനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെ ടൈം എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഗ്രീൻവിച്ച് മെറിഡിയനെ റിലേറ്റഡ് ആയിട്ടാണ്. ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ആ ഒരു ലൈനാണ്. അതിനെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ടൈം എടുക്കുന്നത്. ഇപ്പൊ നമ്മളെ ഇന്ത്യയുടെ ടൈം നമ്മൾ പറയുന്നത് GM പ്ലസ് എത്രയാണ്, അവിടെ ഉള്ള 530 അവേഴ്സിന്റെ മുന്നിലാണ് നമ്മൾ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ GMM എന്തിനാണ് പറയുന്നത്? അത് പറഞ്ഞാൽ ഗ്രീൻവിച്ച് മീൻ മിഡ് നൈറ്റ് എന്നാണ് പറയുന്നത്. ഗ്രീൻവിച്ച് മീൻ മിഡ് നൈറ്റ്, ഗ്രീൻവിച്ച് മീൻ മിഡ് നൈറ്റ്. ഇറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ് വെർ ടൈം കീപ്പിംഗ് ആൻഡ് നാവിഗേഷൻ. നമ്മൾ വെച്ചിട്ട് നമ്മൾ അവിടുത്തെ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അതാണ് ഗ്രീൻവിച്ച് മീൻ മെറിഡിയൻ. നമ്മളിത് കേട്ടിട്ടില്ലാത്ത ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് GMM എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. എക്സ്ട്രാ പോയിന്റ്സ് വരുന്നത് എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ ടെക്സ്റ്റിന്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അടുത്തൊരു തവണ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഈ പോയിന്റ് കൂടെ റിവൈസ് ചെയ്ത് പോകാനാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്നുകിൽ ഒരു സെപ്പറേറ്റ് നോട്ട് എടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണോ സബ്ജക്ട് ഏത് വരെയാണെങ്കിലും ഇപ്പൊ ലെവലിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ലെവലിന്റെ ചാപ്റ്ററിൽ തന്നെ അത് നോട്ട് ചെയ്ത് വെക്കാനും കൂടെ ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ അബൌട്ട് പ്ലെയിൻ സർവേയിങ്? പ്ലെയിൻ സർവേയിങ്ങിന്റെ ട്രൂ ആയിട്ടുള്ളത്, നോട്ട് ട്രൂ ആയിട്ടുള്ളതാണ്. നമ്മൾ ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ എന്ന് നോക്കണം. ഇത് നോട്ട് ട്രൂ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ പ്ലെയിൻ സർവേ എന്താണെന്ന് നമ്മൾ ആലോചിക്കും. 2 തരത്തിൽ സർവേ ആണ് നമുക്കുള്ളത്, പ്ലെയിനും ജിയോളജി. പ്ലെയിൻ സർവേ എന്തായിരുന്നു? നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് പ്ലെയിൻ സർവേ. ജിയോളജിക് എന്ന് പറഞ്ഞാൽ എർത്ത് കർവേച്ചർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ ഓർമ്മയിൽ വേണം. എന്നിട്ട് നമുക്ക് ഇനി ഈ ഓപ്ഷൻസ് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ, effect of curvature of Earth is neglected, assuming the Earth's surface to be plane.
അടുത്ത എന്താണ്? എഫക്ട് ഓഫ് കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. മൂന്നാമത്തെ ജനറലി സ്യൂട്ടബിൾ ഫോർ ഏരിയാസ് മോർ ദാൻ 500 കിലോമീറ്റർ സ്ക്വയർ. ഡിഗ്രി ഓഫ് ആക്യുറസി. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ നമുക്കിപ്പം അറിയാം. പ്ലെയിൻ സർവേയുടെ പ്ലെയിൻ സർവേയിൽ നമ്മൾ എന്താണ് ആദ്യമേ പറയുന്ന പോയിന്റ്? നമ്മൾ എർത്ത് കർവേച്ചർ എടുക്കില്ല. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ് കറക്റ്റ്. രണ്ടാമത്തെ എഫക്ട് ഓഫ് കർവേച്ചർ ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് പോയിന്റ് തെറ്റ്. മൂന്നാമത്തെ ജനറലി സ്യൂട്ടബിൾ ഫോർ ഏരിയ മോർ ദാൻ 500 കിലോമീറ്റർ സ്ക്വയർ. നമ്മൾ എത്ര ഏരിയ ആണ് സാധാരണ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിക്ക് നമ്മൾ പറയുന്നത് 250 കിലോമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 258 കിലോമീറ്റർ സ്ക്വയറിന് മുകളിലോട്ടുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എടുക്കും, ജിയോളജിക്ക് എടുക്കും. നോർമൽ അതിന് താഴെയുള്ള ഏരിയ ആണെങ്കിൽ പ്ലെയിൻ സർവേ. പക്ഷെ നമ്മൾ SSC ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ ആണെങ്കിൽ അവർ 195.5 അതാണ് ഒരു കിലോമീറ്റർ സ്ക്വയറിന്റെ റേഞ്ച് ആയിട്ട് അവർ പറയുന്നത്. അതിന് മേളിലോട്ടുള്ളത് അവർ ജിയോഡറ്റിക്ക് എടുക്കുമെന്ന് പറയും. പക്ഷെ നമുക്ക് PSC വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് 250യുടെ മേളിലോട്ടുള്ളത് ആണ് നമ്മൾ ജിയോഡറ്റിക്. അപ്പൊ എന്താണ്? മോർ ദാൻ 500 കറക്റ്റ് ആണോ? അല്ല, അത് തെറ്റാണ്. നമ്മൾ 500ന് താഴെയുള്ളത്. ഡിഗ്രി ഓഫ് ആക്യുറസി ലോ ആയിരിക്കും. കാരണം നമുക്കറിയാം എന്തായാലും അത് ആക്യുറസി ലോ ആയിരിക്കും. കാരണം എന്താണ്? എർത്ത് കർവേച്ചർ എടുക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ ആക്യുറസി നന്നായിട്ട് ഇഫക്ട് ചെയ്യും. അപ്പൊ എന്താണ്? ഏതൊക്കെയാണ് നോട്ട് ട്രൂ ആയിട്ടുള്ളത്? 2, 3. അപ്പൊ ഓപ്ഷൻ 2 ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. എർത്ത് ഫ്ലാറ്റ് ആണെന്നും എർത്തിന്റെ കർവേച്ചർ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. സ്യൂട്ടബിൾ ഏരിയ ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ലെസ് ദാൻ 250 കിലോമീറ്റർ സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം ഈ വാല്യൂസ്, ഈ ഒരു പോയിന്റ്സ് PPT ഒന്നുകൂടെ വായിച്ചു നോക്കുക നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ. അപ്പൊ എന്താണ് ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് അതിന്റെ PPTയിലെ ഒരു എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മളെ മൈൻഡിൽ രജിസ്റ്റർ ആവും. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മുന്നോട്ട് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം എഫക്റ്റീവ് ആവില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് പോവേണ്ടതാണ്. അടുത്തത്, ഇൻ തിയോഡലൈറ്റ് സർവേ ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് ഈസ് യൂസ്ഡ്. ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് നമ്മൾ സെന്റർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണം. തിയോഡലൈറ്റിൽ സെന്റർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണം. ഒപ്റ്റിക്കൽ പ്ലംമെറ്റിന്റെ കൂടെ നമ്മൾ അല്ലാതെ നമ്മൾ വേറെ സാധനങ്ങൾ യൂസ് ചെയ്യും. അറിയാലോ, പ്ലംബോബ് ഒക്കെ. പ്ലംബോബ് പക്ഷെ ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യില്ല. കാരണം ഒരുപാട് വിൻഡൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പ്ലംബോബ് എന്ത് ചെയ്യും? കാറ്റൊക്കെ അടിച്ചിട്ട് അത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് തരത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് യൂസ് ചെയ്യും. അതായത് നമുക്ക് ഇനി ഇത് വായിക്കാം. ഫോർ കോമ്പൻസേറ്റിംഗ് എനി ടിൽറ്റ് ഇൻ ദ ആക്സിസ് ഓഫ് ഇലക്ട്രോണിക് തിയറി. അല്ല, നമ്മൾ അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഫോർ ആക്യുറേറ്റ് സെന്ററിംഗ് ഓഫ് ദ തിയോഡലൈറ്റ് ഓവർ സ്റ്റേഷൻ ഇൻ ഒപ്റ്റിക് തിയോഡലൈറ്റ് ഫോർ മെഷറിംഗ് ആംഗിൾ. മെഷറിംഗ് ആംഗിളിന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പ്ലംമെറ്റുമായിട്ട് ഒരു റിലേഷനും ഇല്ല. ഫോർ ആക്യുറേറ്റ് ലെവലിംഗിന് വേണ്ടി തന്നെയാണ്. പക്ഷെ എന്നാൽ ലെവലിങ്ങിനെക്കാട്ടി കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ഏതാണ്? ഫോർ ആക്യുറേറ്റ് സെന്ററിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരു ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഇതേപോലെയൊക്കെ ഇരിക്കും ഒരു ഒപ്റ്റിക്കൽ പ്ലംമെറ്റ്. ഇതുവഴി നമ്മൾ റേസ് വെച്ച് കറക്റ്റ് ആയിട്ട് നമുക്കിത് എന്താണ് അതിന്റെ സെന്റർ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഒപ്റ്റിക്കൽ പ്ലംമെറ്റിന്റെ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്ക്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഈ ഒപ്റ്റിക്കൽ പ്ലംമെറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ട് എഴുതിയിരിക്കുന്നു. ഓക്കെ, എ 20 meter steel tape was standardized at a temperature of 30 degrees Celsius under a pull of 5 kilograms. Okay, the tape was used in a catenary fixed a distance of 20 meters between 2 points at 40 degrees Celsius under a pull of 10 kg. Young's modulus തന്നിട്ടുണ്ട്, ഏരിയയും തന്നിട്ടുണ്ട് 0.01 centimeter square, W തന്നിട്ടുണ്ട് 0.423 gram, കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഒക്കെ തന്നിട്ടുണ്ട്, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചേക്കുന്നത് എന്താണെന്നാണ് നമുക്കിവിടെ കാണുന്നത്. ദ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഇസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. നമുക്ക് ഇത്രയും ഒരു വാല്യൂസും ഇത്രയും ഒരു ക്വസ്റ്റ്യനും കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുന്നത് എന്താണ്? ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് തീർക്കാനേ പറ്റില്ല, ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് തീരത്തില്ല. പക്ഷെ ഈ ലാസ്റ്റ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. അവര് ജസ്റ്റ് ഇക്വേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ആ ടെമ്പറേച്ചർ കറക്ഷന്റെ ഇക്വേഷൻ അത് നമുക്ക് എഴുതിക്കൂടെ? എന്താണ്? ടെമ്പറേച്ചർ കറക്ഷൻ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു Tm മൈനസ് T0 ഇൻറ്റു L.
ആ ഈ ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പ്രീവിയസ് ഇയർ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പൊ അത് നമുക്ക് റിപ്പീറ്റ് ആയി വരാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് നിങ്ങളോട് പറയുന്നത്. ഒരു ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന വാല്യൂസ് കണ്ടിട്ടോ നമ്മൾ പേടിച്ച് പോകരുത്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്തതിലോട്ട് നമ്മൾ പോവാവൂ. അപ്പൊ ഇതിന്റെ അത് അറിയാലോ, ടെമ്പറേച്ചർ കറക്ഷന്റെ ഇക്വേഷൻ എന്താണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. CT = α × Tm - T0. അതിനാണ് ഓരോ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. ഇവിടെ അവർ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ ഏതാണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇതിന്റെ കൂടെയുള്ള ബാക്കി സാഗ് കറക്ഷന്റെയും എന്താണ് നമ്മൾ അല്ലാത്ത കറക്ഷന്റെയും എല്ലാ ഹൈപ്പോട്ടനസിനും എല്ലാത്തിന്റെയും വാല്യൂസും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എഴുതി വെക്കുക. അടുത്തത്, വിച്ച് among the following instrumental survey can be used for reducing, enlarging, reproducing the planning journal? ഇതിന്റെ 4 ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ടുണ്ട്. ക്ലിനോമീറ്റർ, സിലോൺഗ്രാഫ്ട്രേസ്, പ്ലാനിമീറ്റർ, ഇഡിയോഗ്രാഫ്. ഇതിന്റെ അകത്ത് ചോദിച്ചേക്കുന്നുണ്ട് റെഡ്യൂസിങ്, എൻലാർജിങ്, റീപ്രൊഡ്യൂസിങ് ദ പ്ലാൻ. അപ്പം നമുക്ക് ക്ലിനോമീറ്റർ അതാണോ? അല്ല. സിലോൺഗ്രാഫ്ട്രേസ് ആണോ? അല്ല. ക്ലിനോമീറ്റർ എന്തിനാണ്? നമുക്ക് ഹൈറ്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് കാർട്ടറൈസർ എന്തിനാണ് നമുക്ക് തന്നേക്കുന്നത്? കാർട്ടറൈസർ നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെറ്റിംഗ് ഓഫ് ഗ്രേഡിയന്റിന് വേണ്ടിയാണ്. അപ്പം പ്ലാനിങ് മീറ്റർ ഏരിയയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളെ ഇവിടെ തന്നേക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് എഡിയോഗ്രാഫ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എഡിയോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാനും എൻലാർജ് ചെയ്യാനും, റെഡ്യൂസിങ്, എൻലാർജിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ് ദ മാപ്പ് ഓഫ് എ പ്ലാൻ. ഇതിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ എഡിയോഗ്രാഫ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്. അതാണ് പെന്റോഗ്രാഫ്. പെന്റോഗ്രാഫും സെയിം ആണ്. പക്ഷെ ഇവിടെ തന്നേക്കുന്ന എഡിയോഗ്രാഫ് ആയതുകൊണ്ടാണ് അത് കറക്റ്റ് ആയത്. പെന്റോഗ്രാഫും സെയിം തന്നെയാണ്. റെഡ്യൂസ് ചെയ്യാനും എൻലാർജ് ചെയ്യാനും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിന് നമുക്ക് വരയ്ക്കാനും ഒക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഈ ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ നമുക്ക് എന്താണെന്ന് നോക്കുക. പ്ലാനിമീറ്റർ എന്താണ്? ഒരു ഇറഗുലർ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ക്ലിനോമീറ്റർ എന്തിനാണ്? ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. സിലോൺ കാർട്ടറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് ഓഫ് ഗ്രേഡിയന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റ്സ് കൂടെ ഈ ഒരു ഓപ്ഷൻ തരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ അതെന്താണെന്ന് എഴുതി വെക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈം അത് ഒരു മൈൻഡ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്ഷനിൽ കയറി വന്നാൽ മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്കത് മാച്ച് ചെയ്യാനും ഈസി ആയി. ജസ്റ്റ് ഒരു തവണ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിൽ അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്നെങ്കിലും ഓർമ്മ വരും. ഓക്കെ, അടുത്തത്, ദ ഐഡിയ ബിഹൈൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. ഈ ക്വസ്റ്റ്യൻ ഇത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിൻസിപ്പിൾ ഓഫ് സർവേ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. ടു കൺവേർട്ട് global errors into local errors, to fit the map within the page limit, to prevent the accumulation of errors. Prevent accumulation of errors. അതെല്ലാരും കേട്ടിട്ടുണ്ടാവും. ഹോൾ ടു പാർട്ട് ചെയ്യുന്ന നമ്മൾ അക്യുമുലേഷൻ ഓഫ് എറേഴ്സിന് വേണ്ടിയാണ്. അതിന്റെ ബാക്കി കൂടെ വായിക്കാം. ലോക്കലൈസ് them, thus preventing from expanding to a greater magnitude. അടുത്തത്, to prevent the accumulation of errors and globalization. ഇങ്ങനെ 3-4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അവിടെ കണ്ടിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് എന്താണ് ഇത് പറയാം, ഇത് തെറ്റാണെന്ന് പറയാം. ഒരിക്കലും നമ്മൾ ഫിറ്റ് ഒരു മാപ്പിൽ വരയ്ക്ക് ഫിറ്റ് ആവാൻ, പേജ് ലിമിറ്റിൽ ഫിറ്റ് ആവാൻ വേണ്ടിയൊന്നും അല്ല നമ്മൾ ഹോൾ ടു പാർട്ട് ചെയ്യുന്നത്. അതെന്തായാലും തെറ്റാണ്. ഗ്ലോബൽ എറേഴ്സും ലോക്കൽ എറേഴ്സും അതെന്താണ്? ഗ്ലോബലൈസ് ചെയ്യുന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ വലുതാക്കി കൊണ്ടുവരും. ലോക്കലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ ചെറുതാക്കി കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഹോൾ ടു പാർട്ട് ചെയ്യുന്നത് അതിനെ കുറച്ചു കൊണ്ടുവരാനാണോ കൂട്ടിക്കൊണ്ടുവരാനാണോ? നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഗ്ലോബൽ എറേഴ്സിന് ലോക്കൽ എറേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷെ അതിനെക്കാട്ടി കുറച്ചും കൂടെ അക്യുറേറ്റ് എന്താണ്? പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ലോക്കലൈസ് ദം. അതിനെ വീണ്ടും ചെറുതാക്കി വിടും. പ്രിവെന്റിങ് ഫ്രം എക്സ്പാൻഡിങ് ടു ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ്. അത് കൂടുതൽ മാഗ്നിറ്റ്യൂഡിലോട്ട് പോവാതെ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ നമ്മളവിടെ പ്രിവെന്റ് ചെയ്യണം. ആ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹോൾ ടു പാർട്ട് എടുക്കുന്നത്. അല്ലാതെ അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കിയേ. To prevent the accumulation of errors and globalizing. Globalizing എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയല്ല, അതിനെ കുറച്ചുകൊണ്ടുവരാം. അപ്പൊ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് ആൻസർ. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഇത് അറിഞ്ഞൂടൊക്കെ ആരുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് തരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് അത് കൺഫ്യൂസ് ചെയ്യും. നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒന്നാമത് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. പിന്നെ ആദ്യം ചെല്ലുമ്പോൾ എന്ത് കുത്തണോ എന്നുള്ളൊരു ഒരു വിഗ്രസ് ആയിട്ടുള്ള സമയം എന്ത് കുത്തണോ അത് കുത്തണോ ആ ഒരു ടൈമിലൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും.
ആ പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ്സ് എല്ലാം ഒന്നും എഴുതിയിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത പർപ്പസ് ഓഫ് മേക്കിംഗ് എ ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ പർപ്പസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാട്ടർ റിലേറ്റഡ് ആയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ്, അതറിയാലോ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് വയ്ക്കും. ടു ഡിറ്റർമിൻ ദ ക്വാണ്ടിറ്റീസ് ഓഫ് സബ് അക്വസ് എക്സ്കവേഷൻസ്, ഭൂമിക്കടിയിലുള്ള വാട്ടറിന്റെ എക്സ്കവേഷൻസിന് വേണ്ടി. ടു മെഷർ ദ ഏരിയ സബ്ജക്റ്റഡ് ടു സ്കോറിംഗ് ആൻഡ് സ്ലിറ്റിംഗ്. സ്കോറിംഗ് ആൻഡ് സ്ലിറ്റിംഗ് നമുക്ക് എവിടെയാണ് നടക്കുന്നത്? വാട്ടർ റിലേറ്റഡ് ആയിട്ടാണ്. വെള്ളത്തിന് തിരുമാലകൾ വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കോറിംഗ്, അല്ലെങ്കിൽ റിവറിന് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പല സ്ഥലത്ത് സ്കോറിംഗ് ആൻഡ് സ്ലിറ്റിംഗ് ഉണ്ടാവും. ഇതെല്ലാത്തിനും നമ്മൾ എന്താണ്? ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്, കാരണം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള. അടുത്ത ടു മെഷർ ദ സൗണ്ടിങ് ആൻഡ് പ്രിപ്പയറിംഗ് നാവിഗേഷൻ ചാർട്ട്. നാവിഗേഷൻ സൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെപ്ത് കിടക്കുകയാണ്. അത് നമ്മൾ മെഷർ ചെയ്യാനും നമുക്ക് എന്താണ് ഈ ഹൈഡ്രോഗ്രാഫിക്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞാൽ ഓൾ ഓഫ് ദ എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിനൊക്കെയാണ്. അണ്ടർ ദ വാട്ടർ അഫക്ട് മറൈൻ ആക്ടിവിറ്റീസിന് മനസ്സിലാക്കാൻ വേണ്ടി, ഡെപ്ത് ഓഫ് വാട്ടർ, ഷോർ ലൈനിന്റെ ഒക്കെ അളക്കാൻ വേണ്ടി, ടൈഡൽ മെഷർമെന്റ്സ് വെള്ളത്തിന്റെ മൂവ്മെന്റ് നോക്കാൻ വേണ്ടി, എല്ലാത്തിനും നമ്മൾ എന്താണ്? നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം കേട്ടോ, അത് മറക്കരുത്. അടുത്തത് വാട്ട് ഈസ് എ ചെയിനിങ് പിൻ. ചെയിനിങ് പിൻ എന്താണെന്നാണ് ചോദിച്ചത്. ചെയിനിങ് പിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞില്ല, പക്ഷെ ചെയിനിങ് പിന്റെ വേറൊരു പേര് ഞാൻ പറയാം. ചെയിനിങ് പിന്റെ വേറൊരു പേരാണ് മാർക്കിംഗ് പിൻ അല്ലെങ്കിൽ ആരോ എന്ന് പറയുന്നത്. ആരോ കേട്ടിട്ടില്ലെന്ന് നമുക്കറിയാമല്ലോ ആരോ എന്താണെന്ന്. അപ്പം ചെയിനിങ് പിൻ എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ആരോയുടെ അല്ല വേറൊരു പേരാണ് ചെയിനിങ് പിൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എ ഡിവൈസ് യൂസ് ടു മെഷർ ദ ആംഗിൾ ബിറ്റ്വീൻ ടു പോയിന്റ്സ്. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യാനോ അതിനാണോ നമ്മൾ ആരോ യൂസ് ചെയ്യണേ? അല്ല, അപ്പൊ അത് തെറ്റാണ്. A device used to hold the chain in place during the survey. അതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് വെച്ചേക്കാം തൽക്കാലം. അതെന്താണ്? അടുത്ത ഡിവൈസ് യൂസ് ടു മെഷർ ദ ഡിസ്റ്റൻസ്. മെഷർ ചെയ്യാൻ വേണ്ടിയേ അല്ല നമ്മൾ ആരോ യൂസ് ചെയ്യുന്നത്. ഡിവൈസ് യൂസ് ടു മെഷർ ദ ഹൈറ്റ്. ഈ മെഷർമെന്റ് ആരോ ആയിട്ട് ഒരു റിലേഷനും ഇല്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ്? ആ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ ആ ചെയിനിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി, ഓരോ ചെയിൻ ലെന്ത് തീരുമ്പോൾ അവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആരോ യൂസ് ചെയ്യണം. ഒരാളുടെ കയ്യിൽ നമ്മൾ പോകുമ്പോൾ സർവേ നടത്തുമ്പോൾ നമ്മൾ മിനിമം എത്ര ആരോ വെച്ചേക്കണം? 10 ആരോസ് വെച്ചേക്കണം. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കിക്കണം. എത്ര ഒരാളുടെ കയ്യിൽ, ലീഡറിന്റെ കയ്യിൽ എത്ര ആരോസ് ഉണ്ട്, ഫോളോവറിന്റെ കയ്യിൽ എത്ര ആരോസ് ഉണ്ട്. ടോട്ടൽ തുടങ്ങുമ്പോൾ 10 ആരോസ് ഉണ്ടാവും. പോയി കഴിയുമ്പോൾ ലീഡറിന്റെ കയ്യിൽ ബാക്കി 6 ആരോസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ചെയിനിൽ മെഷർ ചെയ്ത് കഴിക്കും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കൊള്ളാം കേട്ടോ. അടുത്തത് ആബ്സെൻസ് ഓഫ് സ്പെറിക്കൽ അബ്രിവേഷൻ. സ്പെറിക്കൽ അബ്രിവേഷൻ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത ചോദിക്കുന്നത്. ഈ സ്പെറിക്കൽ അബ്രിവേഷൻ, ഈ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഓഫ് ലെൻസ് ആണ്. ലെൻസിലുള്ള ഒരു ടെലസ്കോപ്പിന്റെ ലെൻസിലുണ്ടാവുന്ന കുറച്ച് ഡിഫക്റ്റ് ആണ് ഈ അബ്രിവേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ടാവും. ഒന്ന് സ്പെറിക്കൽ അബ്രിവേഷൻ ഉണ്ടാവും, ഒന്ന് ക്രോമാറ്റിക് അബ്രിവേഷനും ഉണ്ടാവും. ഈ സ്പെറിക്കൽ അബ്രിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് എല്ലാം കൂടെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ലെൻസിന് സെന്ററിൽ വന്ന് ജോയിൻ ചെയ്യാതെ അത് കുറച്ച് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകത്തില്ല. നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു ഇമേജ് കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ബ്ലേർഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതാണ് സ്പെറിക്കൽ അബ്രിവേഷൻ. പിന്നെ ഉള്ളത് ഏതാണ്? ക്രോമാറ്റിക് അബ്രിവേഷൻ. ക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റിലേറ്റഡ്, ആ ലൈറ്റ് റേസ് കറക്റ്റ് ആയിട്ട് പോകത്തില്ല, റിഫ്ലക്ട് ചെയ്തൊക്കെ പോകും. അതുണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിന്റെ മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് കാരണമാണ് നമുക്ക് ക്രോമാറ്റിക് അബ്രിവേഷൻ ഉണ്ടാവുന്നത്. സ്പെറിക്കൽ അബ്രിവേഷൻ എന്താണ്? ആ കർവേച്ചർ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസിന്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് ആ കറക്റ്റ് ലെൻസിന്റെ ഷേപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ സ്പെറിക്കൽ അബ്രിവേഷൻ വരും. അപ്പൊ ഇത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് സ്പെറിക്കൽ അബ്രിവേഷൻ എന്നാണ്. ദി ആബ്സെൻസ് ഓഫ് സ്പെറിക്കൽ അബ്രിവേഷൻ ഇൻ എ ടെലസ്കോപ്പ്, അതിൽ എന്താണ് പറയുന്നതാണ്? ആ സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൗണ്ട് ആയിട്ട് സ്പിയർ പോലെയുള്ള സാധനം. സ്പിയർ നമ്മളെ പ്ലാനറ്റ്സ് എന്താണ്? സ്പിയർ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്. അപ്പോ സ്പെറിക്കൽ അബ്രിവേഷന്റെ ആബ്സെൻസിന് നമ്മൾ അപ്ലാനറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്ലാനറ്റേഷൻ. ഇനി ഈ നമ്മുടെ ഞാൻ വേറൊരു അബ്രിവേഷൻ കൂടെ പറഞ്ഞു, ക്രോമാറ്റിക് അബ്രിവേഷൻ. ക്രോമാറ്റിക് അബ്രിവേഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ക്രോമാറ്റേഷൻ എന്ന് പറയും. ഓക്കെ, സ്പെറിക്കൽ അബ്രിവേഷൻ്റെ ഏതാണ്? അപ്ലാനറ്റേഷൻ. അതിന് നമ്മൾ സ്പിയറും പ്ലാനറ്റും ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതൊരു ഓർത്തിക്കാനുള്ള എളുപ്പമായി. സ്പിയർ റൗണ്ട് ആണ്, റൗണ്ട് പ്ലാനറ്റ് അങ്ങനെ ഓർത്താം. ഓക്കെ, ഇനി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മളെ
സ്പെറിക്കൽ അബ്രിവേഷനിൽ നമ്മൾ എടുക്കുന്നത് എന്നുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചത് ക്രോമാറ്റിക് അബ്രിവേഷനെ പറ്റി എഴുതിയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ an area measured in a plan with the help of a planning meter was found to be 30 centimeters square. Find the true area of the field. The plan of area of the plan drawn to scale of 1 centimeter is equal to 7 meter. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ആ റിവൈസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. കിട്ടിക്കഴിഞ്ഞിട്ട് വന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു വാല്യൂയിലോട്ട് പോവാം, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഏരിയ ഓഫ് എ ഫീൽഡ്, ഒരു ഫീൽഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ പ്ലാൻ ഇൻറ്റു സ്കെയിലിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ആ പ്ലാനിങ് മീറ്റർ വെച്ചിട്ടുള്ള പ്ലാനിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. 30 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. സ്കെയിലും തന്നിട്ടുണ്ട് 1 സെന്റിമീറ്റർ ഇസ് ഫുൾ 7 മീറ്ററിന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞു ഏരിയ ഓഫ് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഏരിയ ഓഫ് പ്ലാൻ അവർ തന്നിട്ടുണ്ട്. പ്ലാനിങ് മീറ്റർ വെച്ച് 30 സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു സ്കെയിൽ സ്ക്വയർ. സ്കെയിൽ സ്ക്വയർ എടുത്തതെന്താണ്? നമ്മൾ സ്കെയിൽ സ്ക്വയർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ സ്കെയിലിന് സ്ക്വയർ എടുത്തത്. ഇനി ഒരു ലെങ്ത് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? നമ്മൾ സ്കെയിലായിട്ട് എടുക്കും. വോളിയം ആണെങ്കിൽ സ്കെയിലിന്റെ ക്യൂബ് റൂട്ടും എടുക്കും. ക്യൂബ് എടുക്കും. വോളിയം ആണെങ്കിൽ നമുക്ക് ക്യൂബ് എടുക്കണം. വോളിയം ആണെങ്കിൽ ക്യൂബ് എടുക്കണം. അല്ലാത്ത ഏരിയ ആണെങ്കിൽ സ്ക്വയർ എടുക്കണം. ഇനി ചിലർക്ക് ഡൗട്ട് വരും, ഇത് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റിമീറ്ററിലുള്ള വാല്യൂ അല്ലേ? നമ്മൾ ഈ സ്കെയിൽ എന്ന് പറഞ്ഞാൽ മീറ്ററിലല്ലേ? ഇപ്പൊ നമ്മൾ അത് അതേപോലെ ഇട്ട് അതിന് കൺവേർഷൻ ചെയ്യേണ്ടി. പക്ഷെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നേക്കുന്ന 1 സെന്റിമീറ്റർ 7 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 സെന്റിമീറ്റർ സ്ക്വയറിന് 7 മീറ്റർ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ കൺവേർഷൻ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. 7 എന്താണ്? 7 മീറ്ററിന് ഇൻറ്റു 100. അപ്പൊ എന്ത് വരും? 700 സ്ക്വയർ. 700 സ്ക്വയർ വരും. അത് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ആ സെന്റിമീറ്റർ സ്ക്വയറിലാണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയറിലെ വാല്യൂ കിട്ടും. അതിന് പിന്നെ മീറ്റർ സ്ക്വയറിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10⁴ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മീറ്റർ സ്ക്വയറിലെ വാല്യൂ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇതിനെ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിനകത്ത് നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അതിനൊന്നും ആവശ്യം ഇവിടെ ഇല്ല. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. എ 20 meter chain used for survey was found to be 20.1 meter at the beginning. 20 മീറ്റർ നമ്മളെ കയ്യിൽ നമ്മൾ വിചാരിച്ച് 20 മീറ്റർ ചെയ്യുന്നതാണ്. പക്ഷെ സർവേ തുടങ്ങിയ സമയത്താണ് നമ്മൾ കുറച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അതിന്റെ ശരിക്കുള്ള നീളം എന്ന് പറഞ്ഞാൽ 20.1 മീറ്റർ ആയി. കുറച്ച് അത് കഴിഞ്ഞപ്പോ പിന്നെ അറിഞ്ഞത് 20.3 മീറ്റർ ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ വർക്ക് കഴിഞ്ഞപ്പോ നമ്മൾ വീണ്ടും നോക്കിയപ്പോൾ അതിന്റെ ചെയിൻ ലെന്ത് വീണ്ടും എന്തായി? 20.3 മീറ്ററിലോട്ട് മാറി. ഏരിയ ഓഫ് എ പ്ലാൻ തന്നിട്ടുണ്ട്. നമുക്ക് സ്കെയിലും തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ പ്ലാൻ scale of 1 centimeter is equal to 8 meter. Scale തന്നിട്ടുണ്ട്. Was measured with the help of a planning meter. Planning meter വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാനിംഗ് മീറ്റർ ഞാൻ പറഞ്ഞല്ലോ ഏരിയ മെഷർ ചെയ്യാനുള്ള സാധനം. ആ പ്ലാനിംഗ് മീറ്റർ വെച്ചിട്ട് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 32.56 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രൂ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രൂ ഏരിയ എന്താണ്? പ്ലാനിന്റെ ഏരിയ ഇൻറ്റു സ്കെയിൽ സ്ക്വയർ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നവും നമ്മൾ അതേ സംഭവം തന്നെയാണ്. ഏരിയ ഫീൽഡ് പറഞ്ഞാൽ ട്രൂ ഏരിയ പ്ലാനിന്റെ ഏരിയ ഇൻറ്റു സ്കെയിൽ സ്ക്വയർ. പക്ഷെ ഇവിടെ കിട്ടുന്നത് ആക്ച്വൽ ആയിട്ടുള്ള ഏരിയ അല്ല. കാരണം എന്താണ്? നമ്മൾ 20 മീറ്റർ ചെയ്യുന്നെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങിയത്. നമുക്ക് നമ്മൾ 20 മീറ്റർ ചെയ്യുന്ന മെഷർ ചെയ്ത് തുടങ്ങി. പക്ഷെ യഥാർത്ഥത്തിൽ അത് 20 മീറ്റർ ആയിരുന്നോ? അല്ല, 20.1 മീറ്റർ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അത് 20.3 ആയി. അപ്പം ചെയിന്റെ ലെന്ത് തന്നെ വേരി ചെയ്തു. ചെയിന്റെ ലെന്ത് വേരി ചെയ്യണമെങ്കിൽ നമ്മൾ ചെയിന്റെ ആവറേജ് ലെന്ത് കണ്ടുപിടിക്കണം. നമ്മൾ ചെയിന്റെ ആവറേജ് ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L1 dash plus L2 dash divided by 2. ആവറേജ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 20.2 മീറ്റർ എന്ന് കിട്ടും. നമ്മുടെ ചെയിന്റെ ആവറേജ് ലെന്ത് 20.2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ചെയിന്റെ ആവറേജ് ലെന്ത് 20.2 മീറ്റർ ആണ്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചാൽ 20 കിട്ടുകയാണ്.
അപ്പൊ അത് ട്രൂ ഏരിയ ആണോ? അല്ല, അത് നമ്മൾ മെഷേർഡ് ഏരിയ. ഇനി മെഷേർഡ് ഏരിയയിൽ നിന്ന് നമുക്ക് ട്രൂ ഏരിയ കണ്ടുപിടിക്കണം. അതെങ്ങനെയാന്ന് വെച്ചാൽ 20.2 ഡിവൈഡഡ് ബൈ 20 ഹോൾ സ്ക്വയർ. സ്ക്വയർ ചെയ്യണം എന്താണ്? ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ ചെയ്തു ഇൻറ്റു മെഷേർഡ് ഏരിയ. മെഷേർഡ് ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഏരിയ ഉണ്ടല്ലോ, ഫീൽഡ് ഏരിയ ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് 32.56 ഇൻറ്റു 8 സ്ക്വയർ. ആ ഏരിയ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ട്രൂ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായി? അതാണ് നമ്മുടെ ട്രൂ ഏരിയ. അപ്പം ഈ ക്വസ്റ്റ്യൻ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്. എന്താണ്? നമ്മൾ ചെയിൻ്റെ ലെങ്ത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്ന ചെയിൻ ലെങ്ത് അല്ല ലാസ്റ്റ് ഉള്ളത്. അത് നമ്മളിത് നോക്കണം, അത് ഇത് എഴുതി വെക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തിട്ട് വെക്കും. കാരണം ചെയിൻ ലെങ്ത് വേരിയിങ് ആണെങ്കിൽ നമുക്ക് ആ ചെയിൻ ലെങ്ത്തിന്റെ ആവറേജ് എടുത്തിട്ട് വേണം കണ്ടുപിടിക്കാനുള്ളത്. അടുത്തത് എ റൂം ഓഫ് 1000 meter cube volume is represented by a block of 125 centimeter cube volume. Find the representative fraction. Representative fraction കണ്ടുപിടിക്കാൻ എന്താ പാട്? ആ വാല്യൂ ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ പ്ലാനിലുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ എന്നാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ആക്ച്വൽ ഇവിടെ വോളിയം ആസ് പെർ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ വോളിയം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അല്ല, അതിന്റെ ക്യൂബ് ആണ് കിട്ടുന്നത്. അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വോളിയം അല്ലേ, നമ്മൾ നേരത്തെ ഏരിയ എടുത്തപ്പോൾ നമ്മളെ വാല്യൂസ് എല്ലാം നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തു. സ്കെയിൽ എടുത്തപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്തു അല്ലേ? അതേപോലെ വോളിയം എടുക്കുമ്പോഴും നമ്മൾ റെപ്രസെന്റേറ്റീവ് ഫാക്ടർ നമ്മൾ ക്യൂബ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോ നമുക്ക് ഒറിജിനൽ റെപ്രസെന്റേറ്റീവ് ഫാക്ടർ കിട്ടണമെങ്കിൽ നമ്മൾ വോളിയം എത്രയാണ്, വോളിയം ആസ് പെർ ഡ്രോയിങ് എടുത്തിട്ട് ആക്ച്വൽ വോളിയം ചെയ്യുക, എന്നിട്ട് അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ് ഫാക്ടർ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. 125 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 ക്യൂബ്. 100 ക്യൂബ് എന്തിനാ ചെയ്തത് നമ്മളിവിടെ? അത് മീറ്റർ ക്യൂബിലാണ്, അതിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ട് മാറ്റാൻ. റെപ്രസെന്റേറ്റീവ് ഫാക്ടറിനെ സംബന്ധിച്ചോളം താഴത്തെയും മേളത്തെ റീഡിങ്സ് ഒരേ യൂണിറ്റിലായിരിക്കണം. അപ്പം 125 ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 125 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 ക്യൂബ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 5 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. അതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/200 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടെ ക്ലിയർ ആക്കി തരാം. അടുത്തത് പിക്കപ്പ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ടേപ്പ് സർവേയിങ്ങിന്റെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ടേപ്പ് സർവേയും ചെയിൻ സർവേയും നമ്മൾ ഒന്നാണ്, അതിൽ വരുന്ന എറേഴ്സും എല്ലാം ഒന്നാണ്. അപ്പൊ ഇവിടെ എറേഴ്സിന്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. While measuring a distance with a tape with an increased length of 100.005 meter, and the distance measured is shorter than the actual. അത് ശരിയാണോ തെറ്റാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് നമ്മളെ ഒരു ലെങ്ത് ആക്ച്വലി നമ്മൾ 100 മീറ്റർ എന്ന് പറയുന്ന ഒരു ടേപ്പ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ മെഷർ ചെയ്യും, അതിനെക്കാട്ടി 100.005 എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് 101 തന്നെ എടുക്കാം. 101 വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. 100 നമ്മൾ 200 എടുക്കും. പക്ഷെ നമ്മൾ ഇത് വെച്ചെടുക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ മെഷർ ചെയ്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ആ വാല്യൂവിനെ കാട്ടിയും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. യഥാർത്ഥ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ ആയിരിക്കും. മനസ്സിലായോ? അതാണ് നമുക്ക് ഇവിടെ തന്നത്. അപ്പൊ അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കോസ് എ ടേപ്പ് ടു ഇൻക്രീസ് ഇൻ ലെങ്ത്. അത് ലെങ്ത് കൂടും. ലെങ്ത് കൂടുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലാർജ് ആവും. അത് ശരിയാണോ? അല്ല. ഡിസ്റ്റൻസ് ലെങ്ത് കൂടുമ്പോൾ എന്താണ്? നമ്മൾ മെഷർ ചെയ്യുന്നത് കുറയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ മെഷർ ചെയ്യുന്നത് കുറവാണ്. മെഷേർഡ് ചെയ്തതിനെക്കാട്ടി കുറവാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിന്റ്സ് ഓഫ് ഇതിപ്പോ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇനി നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് കൂടെ ഒന്ന് നോക്കി വെക്കാം. സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിന്റ്സ് ഓഫ് സസ്പെൻഡഡ് ടേപ്പ്. സാഗ് കറക്ഷന്റെ എന്താണ്? നമ്മൾ പുള്ളി ചെയ്ത് പിടിക്കും. നമ്മൾ എത്ര പുള്ളി ചെയ്ത് പിടിച്ചാലും അവിടെ ഒരു സാഗ് ഉണ്ടാവും. ആ സാഗ് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഉള്ളതിനെക്കാട്ടി എന്താണ്? റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കൂടിയ വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? സാഗ് കറക്ഷൻ എപ്പോഴും നമ്മൾ ഇങ്ങനെ നേരെ പിടിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ കാട്ടി ആ വളഞ്ഞു നിൽക്കുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ആ സാഗ് കാരണം. അപ്പൊ എന്താണ്? നമ്മൾ കൂടുതലാണ് എടുക്കുന്നത്.
അപ്പൊ അതും കറക്റ്റ് ആണ്. 100 മീറ്റർ ടേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, സ്ട്രെച്ചും തന്നിട്ടുണ്ട്, 5 കിലോഗ്രാം ഫുള്ള്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ കാര്യങ്ങൾ വെയിറ്റ് ഒന്നും തന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എത്രത്തോളം ഫുള്ള് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാനും പറ്റത്തില്ല. പക്ഷെ ഇതിൽ ഏറ്റവും നമുക്ക് ആപ്റ്റ് ആയിട്ട് പറയുന്നത് ഇതാണ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കാരണം ആ ടേപ്പിന്റെ ലെങ്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് ലെങ്ത് ഷോർട്ടായി പോവുകയാണ് വേണ്ടത്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഓറലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും സാക്ക് കറക്ഷന്റെ ഫോമുല എല്ലാം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ത്രൂ ചെയ്താൽ. അടുത്തത് നോക്കാം. Consider the following statement. The counting of the pace by the leader and pulling the chain forward should be carefully noted. ഇതിൻ്റെ അകത്ത് ലീഡറിന്റെയും നമ്മുടെ ഫോളോവറിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൗണ്ടിങ് ഓഫ് ദ പേസ് ബൈ ദ ലീഡർ and the pulling the chain forward should be carefully noted. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ പോകുമ്പോൾ ചെയിൻ വലിച്ച് മുന്നോട്ട് പോകുമ്പോൾ കറക്റ്റ് അത് എത്രത്തോളം ചെയിൻ ഉണ്ടെന്ന് ആ ലീഡർ നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. It saves the follower to search the arrow in high grass. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വലിച്ചു പിടിച്ച് നേരെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഫോളോവർ വരുമ്പോൾ അയാൾക്കത് മനസ്സിലാക്കാനോ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ വലിയ കാട് പിടിച്ച് ഇടയിൽ ആരോ കുത്തിയിരിക്കുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മറ്റത് വലിച്ചു നിൽക്കുമ്പോൾ ലീഡർ ഫോളോവർ വരുമ്പോൾ അയാൾക്ക് ആ ആരോ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്നും 6 ഈ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന്. ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ ലീഡറിന്റെ ഫോളോവറിന്റെ ഇങ്ങനൊരു ടോപ്പിക്കോ ഇങ്ങനൊരു പോയിന്റോ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ ആരെക്കൂടെ പറയുന്നതെന്ന് വെച്ചാൽ അവരെ മുന്നോട്ട് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് ആരും മുന്നേ പോകുന്നു, ആര് പിറകെ പോകുന്നു, ഇത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. കയ്യിൽ എത്ര ആരോസ് വെച്ച് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുള്ളൂ, കാരണം നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു. എ ആണ് കറക്റ്റ്, രണ്ട് കറക്റ്റ് റീസണുമാണ്, അത് രണ്ടും കറക്റ്റും ആണ്. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ match the code of signals for direct range. List 1 indicates the signals by the surveyor and list 2 the actions ആണ്. അസിസ്റ്റന്റിനുള്ള ആക്ഷൻസും ഒന്ന് സർവേയറിന്റെ സിഗ്നൽസും ആണ്. ഇത് വായിക്കുന്നതിന് മുന്നേ ഇപ്പൊ നമ്മളത് കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ അതിന്റെ ഒരു എന്താണ് ലിസ്റ്റ് രണ്ട് സൈഡിൽ ഞാൻ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അതിലെ ഹാൻഡ് സിഗ്നൽ, അവർ യൂസ് ചെയ്യുന്ന ഹാൻഡ് സിഗ്നലും ആ ഹാൻഡ് സിഗ്നൽ എന്ത് മെസ്സേജ് ആണ് തരുന്നത്. ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ലെഫ്റ്റ് ആം ഓവർ 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ കാട്ടിയും കൂടുതൽ ലെഫ്റ്റ് ആമിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനാണ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ. ഇനി റാപ്പിഡ് സ്വീപ്പ്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 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 മൂവ്, നമ്മളെ കൈ ലെഫ്റ്റ് ആണ് സ്വീപ്പ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റിലോട്ട്, റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ടാണ്. ഇനി പതുക്കെ സ്വീപ്പ് ചെയ്യുമ്പോൾ സ്ലോ സ്വീപ്പ് ആണെങ്കിൽ എന്താണ്, മൂവ് സ്ലോലി. അത് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. അപ്പൊ ഓരോ രണ്ട് കൈയുടെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നത്, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ലെഫ്റ്റ് ആം അപ്പ് ആൻഡ് മൂവ് ടു ദ ലെഫ്റ്റ്. ലെഫ്റ്റ് ആം മേളിലോട്ട് വെച്ചിട്ട് നമ്മൾ മൂവ് ടു ലെഫ്റ്റ് ആണെങ്കിൽ പ്ലം റോഡ് ലെഫ്റ്റിലോട്ട് മൂവ്. അടുത്തത് റൈറ്റ് ആം ആണെങ്കിൽ റൈറ്റ്. എക്സ്റ്റൻഷൻ ഓഫ് ആം ഹൊറിസോണ്ടലി ആൻഡ് മൂവിങ് ഹാൻഡ് അപ്വേർഡ്. അതിങ്ങനെ ഇങ്ങനെ നമ്മളിപ്പോ ലെഫ്റ്റ് ആം നമ്മൾ ഓരോ കൈ പൊക്കിയിട്ട് ഇങ്ങനെ മേലോട്ട് 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 ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, കൈ മേലോട്ട് അതിന് പൊക്കുക, റേസ് താഴോട്ട് കാണിക്കുകയാണെങ്കിൽ ലോഗ് താഴോട്ട്, അതിന് ലോവർ ചെയ്യാനാണ്, താഴോട്ട് താഴോട്ട്. രണ്ട് കൈയും വെച്ചിട്ട് നമ്മൾ അതിന് ഡൗൺ ആക്കുകയാണെങ്കിൽ അതെന്താണ്, ആ സ്ഥലം നമ്മൾ ആ പൊസിഷനിൽ ആ റോഡ് ഫിക്സ് ചെയ്യുക. രണ്ട് കൈ തിരിച്ച് ഇങ്ങോട്ട് ആക്കിയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരാളെ വിളിക്കുന്നതിനാണ് റിട്ടേൺ ടു പോയി ഇതിന്റെ കൊടുത്തോട്ട് തിരിച്ചു വരിക എന്നാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഹാൻഡ് സിഗ്നൽസും അതിന്റെ മെസ്സേജസും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് മാച്ച് ചെയ്യാണ്. റാപ്പിഡ് സ്വീപ്പ് വിത്ത് ലെഫ്റ്റ് ആം. ലെഫ്റ്റ് ആം വെച്ചിട്ട് പെട്ടെന്ന് വിടണം. അപ്പൊ എന്താണ്, പെട്ടെന്ന് പോവാന്നാണ്. മൂവ് കൺസിഡറബിളി ടു ദ ലെഫ്റ്റ്. അപ്പൊ നമുക്ക് കിട്ടി എമ്മിന്റെ എന്താണ് 2. സ്ലോ സ്വീപ്പ് വിത്ത് ലെഫ്റ്റ് ആം. പതുക്കെ കഴിഞ്ഞാൽ പതുക്കെ സ്ലോലി മൂവ് ചെയ്യുക. അപ്പൊ എന്താണ്, എന്നിന്റെ ഏതാണ് 4. ഇനി അടുത്ത ഓ ലെഫ്റ്റ് ആം എക്സ്റ്റെൻഡ്. ലെഫ്റ്റ് ആം എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് നമ്മൾ വേണ്ടത്. കണ്ടിന്യൂ ടു മൂവ് ടു ദ ലെഫ്റ്റ് ആം. അടുത്തത് പറഞ്ഞാൽ ലെഫ്റ്റ് ആം അപ്പ് ആൻഡ് മൂവ് ടു ലെഫ്റ്റ്. ലെഫ്റ്റ് ആം അപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് കൺസിഡറബിളി ടു ദ ലെഫ്റ്റ്. സോറി, മൂവ് കൺസിഡറബിളി ടു ലെഫ്റ്റ് അല്ല, പ്ലം ദ റോഡ് ടു ദ ലെഫ്റ്റ്. ആ റോഡിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാനാണ്. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ് കേട്ടോ. ഇത് നമ്മൾ ഈ പോയിന്റ്സ് നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
അടുത്ത വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ചെയിൻ സർവേ. ചെയിൻ സർവേക്ക് ഏറ്റവും ട്രൂ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ദേ ആർ ഫോംഡ് ഓഫ് സ്ട്രേറ്റ് ലിങ്ക്സ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ. അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കറക്റ്റ് ആണ്. ടു ഫെസിലിറ്റേറ്റ് ഈസി റീഡിംഗ് ഓഫ് ദ ചെയിൻ ബ്രാസ് ടാലീസ് ആണ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെയിനിൽ ബ്രാസ് ടാലീസ് കൊടുക്കും. ഇപ്പൊ 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ നമ്മൾ 5 മീറ്റർ 10 മീറ്ററിലും കൊടുക്കും. 5 മീറ്ററിൽ നമ്മൾ സിംഗിൾ ഹെഡ് കൊടുക്കും, 10 മീറ്ററിൽ ഡബിൾ ഹെഡ് കൊടുക്കും. അപ്പുറത്തെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് അപ്പുറത്തും 5 നിന്ന് വരുമ്പോൾ നമ്മളൊരു സിംഗിൾ ഹെഡ് കൊടുക്കും. 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? 5 ഒരു സിംഗിൾ ഹെഡ്, 10 ഡബിൾ ഹെഡ്, 15 നമ്മളത് ട്രിപ്പിൾ ഹെഡ് ടാലി കൊടുക്കും. അത് നമ്മൾ എന്തിനാണ്? ഈസി റീഡ് ചെയ്യാൻ. 5 മീറ്റർ, ഇതിപ്പോ 5 മീറ്റർ ആയി, 10 മീറ്റർ ആയി, അത് ഈസിയാണ്. ഇനി അടുത്തത്, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ലെങ്ത് ഓഫ് എ ലിങ്ക് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് 2 കോൺസിക്യൂട്ടീവ് മിഡിൽ ലിങ്ക്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 മിഡിൽ ലിങ്ക്സ് ഉണ്ട്. ഒരു എന്താണ്, ഒരു 2 മിഡിൽ ലിങ്ക് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെങ്ത് ഓഫ് എ ലിങ്ക് എന്നും പറയുന്നത്. ഈ 3 പോയിന്റ്സ് എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ഇത് കറക്റ്റ്. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചു പോയ പോയിന്റ്സ് ആണ്. പക്ഷെ അതൊരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അത് ആ പോയിന്റ്സ് വീണ്ടും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചോളാം. അടുത്തത്, ഇഫ് ദ ആംബിയന്റ് ടെമ്പറേച്ചർ ഇസ് ഹയർ ദാൻ എ കാലിബ്രേറ്റഡ് ടെമ്പറേച്ചർ ഓഫ് ദ ടേപ്പ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എറേസ് ഈസ് ടു ബി ലൈക്ലി ടു ഷോ. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കൂടുമ്പോൾ കേസ് പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടേപ്പിന്റെ ലെങ്ത് അല്ലെങ്കിൽ ചെയിന്റെ ലെങ്ത് കൂടും. ചെയിന്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഡിസ്റ്റൻസിനെ കാട്ടി കുറവായിരിക്കും. അത് തന്നെയാണ് ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ മെഷർ ഡിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ ദ ആക്ച്വൽ ഡിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇതെല്ലാം തെറ്റാണ്. എന്തായാലും ഈക്വൽ ടു അല്ല, കൂടുതലും അല്ല. കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പോയിന്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ നോർത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത്? ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ആദ്യം ഈ പോയിന്റ്സ് വായിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഐഡിയ വേണം. ട്രൂ നോർത്ത് എന്താണ്, മാഗ്നറ്റിക് നോർത്ത് എന്താണെന്നുള്ളത്. ട്രൂ നോർത്ത് എന്താണ്? നമ്മൾ ജോഗ്രഫിക് നോർത്ത് പോളിൽ നിന്നുള്ളതാണ് ട്രൂ നോർത്ത്. മാഗ്നറ്റിക് നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് കോമ്പസ് വരുന്നതാണ്. അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയും. അതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നോക്കാം. ട്രൂ നോർത്ത് ഇസ് ദ ഡയറക്ഷൻ ടുവേർഡ്സ് ജോഗ്രഫിക് നോർത്ത് പോൾ. ഓക്കെ, അത് കറക്റ്റ് ആണ്. When the magnetic north is the direction indicated by the magnetic compass. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് താഴത്തെ പോയിന്റ്സ് കൂടെ വായിക്കാം. ട്രൂ നോർത്ത് ഇസ് ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ മാഗ്നറ്റിക് കോമ്പസ്. അല്ല, അതെന്തായാലും അല്ല. മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കിട്ടുന്നത് നമുക്ക് എന്താണ്? മാഗ്നറ്റിക് നോർത്ത് ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ട്രൂ നോർത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് ആർ ഡിഫറെന്റ് നെയിംസ്. അയ്യോ, അതൊരിക്കലും അല്ല. മാഗ്നറ്റിക് നോർത്തും ട്രൂ നോർത്തും എങ്ങനെ സെയിം ആണോ? ഒരിക്കലും അല്ല. അത് രണ്ടാണ്. ട്രൂ നോർത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് ആർ ദ സെയിം ഡയറക്ഷൻ. അത് സെയിം ഡയറക്ഷനിലാണോ? ഒരിക്കലല്ല. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ നോർത്ത് ആൻഡ് മാഗ്നറ്റിക് നോർത്ത് എന്താണ്? It is the direction towards the geographic north pole, while the magnetic north is the direction indicated by the magnetic compass. Okay, അതിവിടെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്തത്, കൺസിഡർ ദ ഗീവൻ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു റെപ്പറ്റീഷൻ മെത്തേഡ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. റെപ്പറ്റീഷൻ മെത്തേഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റെപ്പറ്റീഷൻ മെത്തേഡ് നമ്മൾ തിയോറലൈറ്റ് സർവേയിലാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയാണ് ഒരേ വാല്യൂസ് നമ്മൾ വീണ്ടും എടുക്കുന്നതാണ്? ഏത് ക്ലാമ്പ് യൂസ് ചെയ്യും? അതൊക്കെ ഒന്ന് ജസ്റ്റ് ലോവർ ക്ലാമ്പ് യൂസ് ചെയ്യോ, അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്യോ, റീഡിങ് എടുക്കാനാണെങ്കിൽ നമ്മൾ ഏത് ക്ലാമ്പ് യൂസ് ചെയ്യും എന്നെല്ലാം ഒന്ന് ഓർത്ത് വെക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിക്കാം. Error due to eccentricity of a vernier is eliminated by taking mean of both vernier. രണ്ട് വെർണിയറിന്റെയും റീഡിങ് എടുക്കാൻ, രണ്ട് വെർണിയർ എക്സെൻട്രിസിറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് വെർണിയറിന്റെയും റീഡിങ്സ് എടുത്താൽ മതി. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. നമ്മൾ ബോത്ത് റീഡിങ്സ് നമ്മൾ റെപ്പറ്റീഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതാണ്. വീണ്ടും റെപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതുവഴി ഉണ്ടാവുന്ന എക്സെൻട്രിസിറ്റി നമ്മൾ നോക്കുന്നതിലുള്ള ഡിഫറൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത വായിക്കാം. Error due to inaccurate graduation cannot be eliminated by repetition. കറക്റ്റ് ആണ്. എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്താണ് ഇന്നാക്യുറേറ്റ് ഗ്രാജുവേഷൻ കാരണം ഉണ്ടാവുന്നത് നമുക്ക് റെപ്പറ്റീഷൻ മെത്തേഡ് വെച്ച് മാറ്റാൻ പറ്റുമോ? പറ്റില്ല.
ഇനാക്യുറേറ്റ് ഗ്രാജുവേഷൻ വഴിയുള്ളത് നമുക്ക് എങ്ങനെ മാത്രമേ മാറ്റാൻ പറ്റൂ? അതിനെ ഡിഫറെന്റ് ആയിട്ടൊരു സ്ഥലത്ത് ഗ്രാജുവേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ആ സർക്കിളിൽ തന്നെ ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ആ ഗ്രാജുവേഷൻ എടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അതാണ് നമ്മുടെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം. സോറി, അതെന്തോ മിസ്റ്റേക്ക് പറ്റിയാണ് കേട്ടോ. ഇൻആക്യുറേറ്റ് ഗ്രാജുവേഷൻ കനോട്ട് ബി എലിമിനേറ്റഡ് ബൈ എലിമിനേഷൻ മെത്തേഡ് വെച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകൂടെ കറക്റ്റ് ചെയ്തേക്കാം. അടുത്ത, which of the given statement is true? Whole circle bearing of a line can be converted to quadrantal bearing. Whole circle bearing ഇന്റെയും quadrantal bearing ഇന്റെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് കൺവേർഷൻ? അപ്പൊ ഹോട്ട് സർക്കിൾ ബെയറിംഗ് എന്താണ്? നമ്മൾ 0 to 360 ഡിഗ്രിയിൽ വരുന്നതാണ്. നമ്മൾ ഫുൾ ഓരോന്നിനെയും എടുക്കാൻ പറ്റും. അപ്പൊ ആ രണ്ട് പോയിന്റ്സ്. ക്വാഡ്രന്റൽ ബെയറിംഗ് എന്താണ്? ഓരോ ക്വാഡ്രന്റിന്റെ കേസാണ്. അപ്പൊ അതിന്റെ വാല്യൂസ് എത്രയായിരിക്കും? 0 to 90 ഡിഗ്രിയിലായിരിക്കും. അത് ഓർമ്മയുണ്ടല്ലോ. അതാണ് ബേസിക് എല്ലാ ഡിഫറൻസ്. അപ്പൊ അത് ഓർത്ത് വെച്ചിട്ട് വേണം ഈ ലൈൻ പോയിന്റ്സ് വരയ്ക്കാൻ. Whole circle bearing of a line can be converted to quadrantal bearing by reducing to an angle less than 90 degree, which has the same numerical value of the trigonometric function. Okay, അപ്പൊ നമ്മൾ നോക്കിയാണ് കൺവേർഷൻ ചെയ്യാൻ വേണ്ടി WCB നമുക്ക് ക്വാഡ്രന്റിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസിങ് ടു an angle less than 90 degree ആണോ അല്ലയോ? ലെസ് ദാൻ 90 ഡിഗ്രിയിലോട്ടാണോ മാറ്റുന്നത്? അതെ അതെ. നമ്മളൊരു 90 ഡിഗ്രിക്കകത്ത് നിൽക്കുന്ന ഒരു ക്വാഡ്രന്റിനകത്ത് നിൽക്കുന്ന ഒരു വാല്യൂട്ടിലോട്ടാണ് മാറ്റുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഹോൾ സർക്കിൾ ബിയറിംഗ് ഓഫ് എ ലൈൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്വാഡ്രന്റൽ ബൈ ഇൻക്രീസിംഗ് ടു an angle greater than 190 ആണോ? അല്ല. ഒരിക്കലും ഒരു ക്വാഡ്രന്റിന്റെ വാല്യൂ എന്താണ്? 90ക്കാട്ടും കൂടുതൽ പോവോ? ഇല്ല. അതൊരിക്കലും ക്വാഡ്രന്റ് 90ക്കാട്ടും കൂടുതൽ. അപ്പൊ അത് തെറ്റാണ്. ഇനി അടുത്തത്, WCB of a line can be converted to quadrantal by increasing an angle less than 45. 45 അതൊരിക്കലല്ല. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 90 ഡിഗ്രി. പിന്നെ നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്യുന്ന? അത് ഏത് ഡയറക്ഷനിൽ നിന്നാണ്? സൗത്തിൽ നിന്നാണോ നോർത്തിൽ നിന്നാണോ? അതിൽ നിന്ന് തന്നെ ഏത് സൈഡിലോട്ട്? ഈസ്റ്റിൽ നിന്ന് പോവോ അത് വെസ്റ്റിലോട്ട്? ഇതാണ് നമ്മൾ സ്പെസിഫൈ. അല്ലാതെ അതിന്റെ ആംഗിൾ ഒരിക്കലും എന്താണ് 90 ഡിഗ്രി കൂടാനോ 45 ഡിഗ്രി ആയിട്ട് ഒരു ബന്ധമില്ല. നമുക്ക് പറയാം 45 ഡിഗ്രി ചില കൂടും കുറഞ്ഞു നിൽക്കും. അത് ഒരു റിലേഷൻ ആയിരിക്കും. അടുത്ത എന്താണ്? WCB of a line can be converted to quadrantal by reducing it to an angle greater than 180. 180ക്കാട്ടും കൂടുതൽ ആംഗിളിലോട്ട് മാറ്റണോ? വേണ്ട. അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? എ. കൺവേർട്ടഡ് ടു ക്വാഡ്രന്റൽ ബൈ റെഡ്യൂസിങ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയിലോട്ടാണ് മാറ്റുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അക്യൂട്ട് ആംഗിൾ ആണ്, ലൈൻ വേരിയസും മെറിഡിയൻ നമ്മൾ 0 to 90 ഡിഗ്രിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ പറഞ്ഞത് വേറൊരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. ഒരു ലൈൻ തന്നിട്ടുണ്ട്, ബിയറിംഗ് തന്നു, ഒരു ലൈനും അതിന്റെ ബിയറിംഗ്. ഇതിന് ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാനുള്ള റീസൺ തന്നെ ഇവർ തന്നിരിക്കുന്ന ഈ ബോക്സിന്റെ ഒരു പാറ്റേൺ ആണ്. PQ ബിയറിംഗ് തന്നിട്ട് 45 ഡിഗ്രി 15 മിനിറ്റ്സ്. അടുത്ത QP. ഈ QP എന്ന് പറഞ്ഞിട്ട് ബിയറിംഗ് തന്നേക്കുന്നത് എന്താണ്? ഈ PQ ലൈനിന്റെ ബാക്ക് ബെയറിംഗ് ആണ് അവർ തന്നേക്കുന്നത്. മനസ്സിലായോ? PQയുടെ ഫോർ ബെയറിംഗ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇത് F ആണ്, ഫോർ ബെയറിംഗ്. ഇത് ബാക്ക് ബെയറിംഗ് ആണ് തന്നേക്കുന്നത്. അതാണ് നമ്മൾ ഈ രണ്ട് കേസിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഒന്ന് ഫോർ ബെയറിംഗ് ആണ് തന്നേക്കുന്നത്, ബാക്ക് ബെയറിംഗ് ആണ് തന്നേക്കുന്നത്. അത് നമ്മൾ ഈ ബോക്സിൽ ഇങ്ങനെ തന്നേക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഡിഫറെന്റ് ലൈൻസിന്റെ ആണ്. ഒരു ലൈനിന്റെ അതാണ് സെയിം ആയിട്ട് തന്നേക്കുന്നത്. ഈ ഒബ്സർവ്ഡ് ബെയറിംഗ് ഓഫ് എ ട്രാവേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് അതാണ് നോക്കേണ്ടത്. സ്റ്റേഷൻസ് മോസ്റ്റ് ലൈക്ലി ടു ബി അഫക്റ്റഡ് ബൈ ലോക്കൽ അട്രാക്ഷൻ. ലോക്കൽ അട്രാക്ഷൻ വെച്ച് അഫക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ലോക്കൽ അട്രാക്ഷൻ അഫക്ട് ആയിട്ടുള്ളതോ അല്ലാത്തതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആയിട്ടില്ലെങ്കിൽ, ഒരു ലോക്കൽ അട്രാക്ഷൻ അവിടെ ഇല്ലെങ്കിൽ അവരെ ഫോർ ബെയറിംഗ് അവർ ബാക്ക് ബെയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കും. ആ ബേസിസിലാണ് നമ്മൾ ഈ പ്രോബ്ലം ബാക്കി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓരോ ബിയറിംഗ് തന്നിട്ടുണ്ട്, അതിന്റെ ബാക്ക് ബെയറിംഗ്, ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ട്, അതിന്റെ ബാക്ക് ബെയറിംഗ്. നമുക്ക് അതിന് ഡിഫറൻസ് ഇട്ട് നോക്കാം. 45 ഡിഗ്രി 15 മിനിറ്റ്സും 225 ഡിഗ്രി 15 മിനിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോൾ എന്തായി? 180 ഡിഗ്രിയാണ് കിട്ടിയത്. നമുക്ക് 180 ഡിഗ്രി 180 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? അതിന് എന്തെങ്കിലും ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ പിയും ക്യൂവും ഈ രണ്ട് പോയിന്റിലും നോ ലോക്കൽ അട്രാക്ഷൻ ആണ്. അത് നമുക്ക് ക്ലിയർ ആയി. കറക്റ്റ് 180 ഡിഗ്രി. അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യണം QR-ഉം RQ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ലൈൻ QR എന്ന് പറഞ്ഞ ലൈനിന്റെ ഫോർ ബെയറിംഗ് ആണ്, ഇത് ബാക്ക് ബെയറിംഗ്.
അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് കറക്റ്റ് 180 കിട്ടിയോ? ഇല്ല. നമുക്ക് അവിടെ കിട്ടിയത് എന്താണ്? 179 ഡിഗ്രി എന്നാണ് കിട്ടിയത്. 179 ഡിഗ്രി. അപ്പൊ 179 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? ഇവിടെ ആർക്കോ ഒരു ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ ക്യൂ എന്തായാലും ലോക്കൽ അട്രാക്ഷൻ ഇല്ല, നമുക്ക് ഈ പോയിന്റിൽ മനസ്സിലായി നേരത്തെ തീർന്നു. അപ്പൊ ഇവിടെ ആർക്കായിരിക്കും ലോക്കൽ അട്രാക്ഷൻ? ഇവിടെ ലോക്കൽ അട്രാക്ഷൻ ആറിനായിരിക്കും. ഓക്കെ, അപ്പൊ ആറിന് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത വീണ്ടും നമ്മൾ നോക്കേണ്ടത് അടുത്ത വേറെ RS എന്നുള്ള പോയിന്റ് 202 ഡിഗ്രി സെൽഷ്യസ് 202 ഡിഗ്രി 30 മിനിറ്റ്സ്. അതിന്റെ തന്നെ ബാക്ക് ബെയറിംഗ് എടുത്തപ്പോഴും വീണ്ടും 20 കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇവിടെയും 181 ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ ആറിന്റെ കാരണമാണോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് വിചാരിക്കാം ആറിന് കാരണമാണ് ഈ ലോക്കൽ അട്രാക്ഷൻ വിചാരിക്കും. ആറിന് തന്നെ നമ്മൾ അപ്പോഴും അവിടെ എന്താണ് ഒരു സംശയചിഹ്നമായിട്ടാണ് വെച്ചേക്കുന്നത്. എസ്സിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അപ്പോഴും അറിയില്ല. എന്തായാലും ഈ പോയിന്റിൽ ആറിലുണ്ട്. ഒരു പോയിന്റ് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ നിന്ന് എടുത്ത അവിടെ നിന്ന് എടുത്ത ആ പോയിന്റിൽ നിന്ന് എടുത്ത എല്ലാ ലൈനിലും ആ ലോക്കൽ അട്രാക്ഷന്റെ എഫക്റ്റ് കാണും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ QRൽ നിന്ന് മനസ്സിലായത് കൊണ്ട് ആറിലുണ്ടെങ്കിൽ അത് RSൽ അത് അഫക്ട് ചെയ്തു. ഈ അടുത്ത നമ്മൾ എടുക്കേണ്ടത് ST എന്നുള്ള ലൈൻ എടുത്തപ്പോ അവിടെയും എന്താ നോക്ക്, അവിടെയും നമുക്ക് 180 അല്ല കിട്ടിയത്, 179. അപ്പൊ എന്താണ്? എസ്സിലും ലോക്കൽ അട്രാക്ഷൻ ഉണ്ട്, എസ്സിലും ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ആറിലും എസ്സിലും ഉണ്ടാക്കാനുള്ള സാധ്യത. നമുക്ക് ഇനി ഈ നോക്കിയ നമ്മുടെ ഈ ഓരോ ഓപ്ഷനിലോട്ട് പോകും. ഒള്ളി ആറാണോ? അല്ല, 6 മാത്രമല്ല, കാരണം എസ്സിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. QR ആണോ? അല്ല, ക്യൂവിൽ എന്തായാലും ലോക്കൽ അട്രാക്ഷൻ ഇല്ലെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ അത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ഇനി എസ് ഒള്ളിയാണോ? അല്ല, എസ് ഒള്ളിയല്ല, R ആൻഡ് S ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യം. ഓക്കെ, അത് ആണ് ഇവിടെ എഴുതുന്നത്. നിങ്ങൾ സ്വമേധയാ ചെയ്ത് നോക്കുക. ഇത് അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് ചെയ്ത് നോക്കണം. മനസ്സിലായോ? ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which one of the following statement is not correct in respect of the prismatic compass. Prismatic compassന്റെ കറക്റ്റ് അല്ലാത്ത കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് നമുക്ക് ഇത് ഓരോ പോയിന്റ്സ് ആയിട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലാസ് ടോപ്പ് കേസ് ഓഫ് 114 mm. ഗ്ലാസ് ടോപ്പ് ആണെന്നറിയാം, അതിന്റെ ഡയമീറ്റർ അറിയാമോ? അപ്പൊ അതാവും വച്ചേക്കാം. An engine divided aluminum ring carrying the needle rotated on 12 cm. അതൊക്കെ നമുക്കറിയാം. പ്രിസ്മാറ്റിക് കോമ്പസ് നീഡിലുണ്ട്, അതൊരു പോയിന്റ്, ഒരു പിവറ്റഡ് പോയിന്റ് കിടന്നാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണെന്ന് പറയാം. The scale is divided around the ring from 0 to 360 degree. Okay, അത് കറക്റ്റ് ആണ്. Half a degree is an anti-clockwise. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതെന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് 0 to 360 ഡിഗ്രി ആണ്. പക്ഷെ അത് ആന്റി ക്ലോക്ക് വൈസ് എന്നല്ല, അത് ക്ലോക്ക് വൈസ് തന്നെയാണ് അതിന്റെ റീഡിങ്സ് എഴുതിയത്. അടുത്തത് 0 റീഡിംഗ് ഈസ് എൻഗ്രേഡ്. അത് നമുക്ക് ഒരു സംശയമില്ല. നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്ന 0 എവിടെയാണ്? സൗത്ത് എൻഡിലാണ്, സൗത്ത് എൻഡിലാണ്. നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസ് എടുത്ത് പറയുന്നത് തന്നെ അതാണ്. അപ്പൊ നമുക്കറിയാം 3 ആണ്. അപ്പൊ 3ന്റെ കൂടെ ഉള്ള ഓപ്ഷൻ എന്താണ്? 3, 4. അതെന്തായാലും അല്ല. അപ്പൊ നമുക്കുള്ളത് എന്താണ്? 3 ഒള്ളിയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ 1 എന്താണ്? 1 ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് ആലോചിക്കുക. ഗ്ലാസ് ടോപ്പ് കേസ് ഓഫ് ഡയമീറ്റർ 114 mm. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. കാരണം നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കറക്റ്റ് ഡയമീറ്റർ ഗ്ലാസ് ടോപ്പ് പ്രിസ്മാറ്റിക് കോമ്പസിന്റെ മെയിൻ ഭാഗം ഒരു ഗ്ലാസ് ആണെന്ന് നമുക്കറിയാം. അത് ഡയമീറ്റർ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. നമുക്ക് അത്ര കാര്യമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ അത് ഒന്ന് എഴുതി വെച്ചേക്കും കേട്ടോ. റീഡിങ്സിന്റെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ റിലീസ് കൗണ്ട് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് 30 മിനിറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത which of the following compass is compass survey not advisable. കോമ്പസ് സർവേ അഡ്വൈസബിൾ അല്ലാത്ത പോയിന്റ് ഏതാണ്? കോമ്പസ് സർവേ എല്ലായിടത്തും നമുക്ക് പറ്റും, ഏതൊരു സ്ഥലത്ത് മാത്രം പറ്റും. ഏതാണ്? നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. ഏതാണ്? മാഗ്നറ്റിക് റോക്ക് ഓർ അയൺ ഓർ. മാഗ്നറ്റിക് റോക്ക് അല്ലെങ്കിൽ അയൺ ഓർ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമ്പസ് സർവേ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ മാഗ്നറ്റിക്കിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ കോമ്പസിലുള്ള മാഗ്നറ്റ് ഒരു ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാക്കും. ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാക്കി അതിന്റെ റീഡിങ്സ് എന്തായിട്ട് തെറ്റായി പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ലോക്കൽ അട്രാക്ഷൻ ഫോർമുല ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് എഫക്ട് ഉണ്ടെങ്കിൽ അവിടെ ഉള്ള സകല റീഡിങ്സ് തെറ്റിപ്പോകും. അതുകൊണ്ട് മാഗ്നറ്റിക് ഉള്ള സ്ഥലങ്ങളിൽ നമ്മളിത് യൂസ് ചെയ്യാറേ ഇല്ല. നമുക്ക് അല്ലാത്ത ഒബ്സ്റ്റക്കിൾസോ ട്രയാങ്കിൾ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസ് സർവീസ് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു
ഒരു ഷ്രിങ്കേജ് ഫാക്ടറിന്റെ ഷ്രിങ്കേജ് റേഷ്യോന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, കാരണം ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത്ര പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഞാൻ പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നേ ഉള്ളൂ. അപ്പം അതെന്ന് പറഞ്ഞാൽ ഓൾഡ് മാപ്പ് തന്നിട്ടുണ്ട്, അതിന്റെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, നമ്മളെ ഷീറ്റിന്റെ ഷ്രിങ്കേജ് റേഷ്യോ തന്നിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് സ്കെയിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട. ഷ്രിങ്കേജ് ഒറിജിനൽ സ്കെയിൽ വന്നിട്ടുണ്ട്, ഷ്രിങ്കേജും ഫാക്ടർ വന്നിട്ടുണ്ട്. ഷ്രങ്ക് സ്കെയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഷ്രിങ്കേജ് ഫാക്ടർ ഇൻറ്റു ഒറിജിനൽ സ്കെയിൽ ചെയ്താൽ മതി, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, ഇതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് പോകാനും പറ്റും. അതിന്റെ അകത്ത് ഞാൻ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിന്റെ ലെന്ത് മാറിക്കൊണ്ടിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതോടുകൂടി നമ്മൾ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടെ കാണും. ഞാൻ ഫുൾ പോയിന്റ്സ് കവർ ചെയ്തിട്ടില്ല, ഞാൻ കൂടുതൽ ഇപ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത പ്രോബ്ലംസിന്റെയും പിന്നെ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ലെവൽ, ബാക്കിലോട്ടുള്ള അഡ്വാൻസ് സർവേയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലിന്റെ ഒരു സെക്ഷനും കൂടെ നമുക്ക് കാണും. ഇതോടുകൂടി ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.